ഇസ്രായേൽ എന്ന രാജ്യവുമായി പല രീതിയിൽ ബന്ധപ്പെട്ടിട്ടുള്ള കപ്പലുകളെല്ലാം റെഡ് സീയിൽ ആക്രമിക്കപ്പെടുകയാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. യമനിൽ നിന്നുള്ള ഹൂത്തി ഗ്രൂപ്പാണ് ഈ ആക്രമണങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. ഈ ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് പല കപ്പലുകളും ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഡ്രോൺസ് ഉപയോഗിച്ചുകൊണ്ടും മിസൈൽസ് ഉപയോഗിച്ചുകൊണ്ടും ഈ കപ്പലുകൾക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആക്രമണങ്ങളുടെ കാരണമായി പ്രധാനമായിട്ടും പറയുന്നത് ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെ ഭാഗമായി ഇസ്രായേൽ ഗാസയ്ക്ക് മേലെ ഒരുപാട് ബ്ലോക്കേഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗാസയിലേക്കുള്ള ഇമ്പോർട്ടോ എക്സ്പോർട്ടോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഗാസയിലേക്ക് ഒരു തരത്തിലും ഒരു കാര്യങ്ങളും എത്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതിനെതിരെ ഇസ്രായേലിനെതിരെ ഒരു തിരിച്ചടി എന്നോണമാണ് ഇപ്പോഴുള്ള ഈ കപ്പലുകൾക്ക് മേലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന ചോദ്യം, ഈ ആക്രമണങ്ങളിലൂടെ ഈ ഹൂതി ഗ്രൂപ്പ് എങ്ങനെയാണ് ഇസ്രായേലിന് ഒരു തിരിച്ചടി കൊടുക്കുന്നത്? ഇസ്രായേലിനെതിരെ മാത്രമല്ല അമേരിക്കയ്ക്കെതിരെയും ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഹൂതികൾക്ക് ഇവിടെ ഉണ്ട് എന്ന് കാണാം. അപ്പോൾ ഈ ആക്രമണങ്ങളിലൂടെ എങ്ങനെയാണ് അവർ അമേരിക്കയ്ക്കെതിരെ ഒരു തിരിച്ചടി കൊടുക്കുന്നത്? ഈ ഒരു ആക്രമണത്തിലൂടെ ഇസ്രായേലിന് തിരിച്ചടി കൊടുക്കുക എന്ന് മാത്രമല്ല മറ്റു പല ലക്ഷ്യങ്ങളും ഈ ഹൂതി ഗ്രൂപ്പിനുണ്ട് എന്ന് കാണാം. എന്തൊക്കെയാണ് അവർ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഈ ലക്ഷ്യങ്ങൾ? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ ആക്രമണങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഹൂതി ഗ്രൂപ്പ് ആരാണ്? അവരുടെ ചരിത്രം എന്താണ്? സോ യമന്റെയും അതുപോലെ തന്നെ ഹൂതി ഗ്രൂപ്പിൻ്റെയും ചരിത്രം വിശദീകരിച്ചുകൊണ്ടുള്ള വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഈ ചാനലിൽ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. പക്ഷേ നമ്മുടെ ഈ വീഡിയോയുടെ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ആ ചരിത്രം ഒന്ന് ചുരുക്കി വിശദീകരിക്കാം. അപ്പോൾ ഈ ഹൂതി ഗ്രൂപ്പ് ആരാണ് എന്ന് നമ്മൾ വിക്കിപീഡിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ കാണാൻ സാധിക്കും, ഒരു ഇസ്ലാമിക് ആംഡ് ഗ്രൂപ്പ് എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ എക്സ്പേർട്ടുകളൊക്കെ പറയുന്നത് ഇവരൊരു ക്വാസി സ്റ്റേറ്റ് പോലെയാണെന്നാണ്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്ലാം മതത്തിൽ തന്നെ ഷിയ സുന്നി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സെക്റ്റുകളുണ്ട്. അതിൽ ഷിയ സെക്റ്റിൻ്റെ ഒരു സബ് സെക്റ്റായിട്ട് വരുന്ന ഒരു സെക്റ്റാണ് ഈ സൈദി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ യമനിൽ ഒരു കാലത്ത് അധികാരം ഉണ്ടായിരുന്നത് ഈ സൈദി ഗ്രൂപ്പിൻ്റെ കയ്യിലായിരുന്നു. എന്നാൽ പിന്നീട് ഇവരുടെ കയ്യിൽ നിന്നും അധികാരം നഷ്ടപ്പെടുന്നുണ്ട്. അധികാരം നഷ്ടപ്പെടുക മാത്രമല്ല, ഇവരെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു ഭരണം യമനിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ് പോലെയാണ് ഈ ഹൂതി മൂവ്മെൻറ്റ് ഉയർന്നു വരുന്നത്. വളരെ വലിയ രീതിയിലുള്ള റെസിസ്റ്റൻസ് കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുന്നു എന്ന് മാത്രമല്ല, പല യുദ്ധങ്ങളുടെയും ഭാഗമായിട്ട് യമൻ എന്ന രാജ്യത്തിൻ്റെ ഒരുപാട് പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഇവരുടെ അധികാരത്തിൻ്റെ, ഇവരുടെ കൺട്രോളിൻ്റെ കീഴിലേക്ക് വരും നമുക്ക് കാണാം. യമൻ്റെ തലസ്ഥാനമായിട്ടുള്ള സനാ നഗരം പോലും ഇന്ന് ഈ ഹൂതി ഗ്രൂപ്പിൻ്റെ കൺട്രോളിൻ്റെ കീഴിലാണുള്ളത്. ഇനി അത് മാത്രമല്ല, ഈ ഹൂതി ഗ്രൂപ്പ് അവരുടെ അധികാരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ടാക്സ് പിരിക്കുകയും കറൻസി പ്രിന്റ് ചെയ്യുകയും വരെ ചെയ്യുന്നുണ്ട്. ഈ യമൻ എന്ന രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗവും ഇവരുടെ കൺട്രോളിന്റെ കീഴിൽ തന്നെയാണ് എന്ന് കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ എല്ലാ തരത്തിലുള്ള അധികാരവും ഇവരുടെ കയ്യിലുള്ളത് കൊണ്ടാണ് ഇവരെ ഒരു ക്വാസി സ്റ്റേറ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇവരുടെ ഈ ഒരു അധികാരത്തെയോ അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ഗവൺമെന്റിനെയോ ഒന്നും ആരും റെക്കഗ്നൈസ് ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതേസമയം യമൻ എന്ന രാജ്യത്തിന് ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഉണ്ട്. പക്ഷേ ആ ഒരു ഗവൺമെന്റിനെ ഗവൺമെന്റ് ഇൻ എക്സൈൽ എന്നാണ് വിളിക്കുന്നത്. ഈ യമനിലെ തന്നെ ഈഡൻ പോലെയുള്ള, അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ റിയാദ് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു സെറിമോണിയലായിട്ട് മാത്രമാണ് അവർ ഈ രാജ്യത്തെ ഭരിക്കുന്നത്. യഥാർത്ഥമായിട്ടും ഈ രാജ്യത്തിന്റെ ഭൂരിഭാഗം അധികാരവും ഈ ഹൂതി ഗ്രൂപ്പിന്റെ കയ്യിലാണ് എന്ന് മനസ്സിലാക്കാം. ഇനി ആരാണ് ഈ ഹൂതി ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരാണുള്ളത്. ഒന്നാമത്തേത് ഇതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ലെബനനിലെ ഹെസ്ബൊള്ളയാണ് എന്ന് കാണാം. അതുപോലെ രണ്ടാമത്തേത് ഈ ഒരു മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിൽ ഷിയ വിഭാഗത്തിൻ്റെയൊക്കെ തലവനായിട്ട് മുന്നോട്ട് പോകുന്ന ഇറാൻ എന്ന രാജ്യമാണെന്ന് കാണാം. അവരാണ് മിലിറ്ററി പരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാം ഈ ഹൂതി വിഭാഗത്തെ പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൂതി വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് അവരുടെ മുദ്രാവാക്യത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശത്രുക്കളാണ്, ഒന്ന് ഇസ്രായേലും രണ്ട് അമേരിക്കയും. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നുള്ളത് അവരുടെ ഒഫീഷ്യൽ മോട്ടോയുടെ ഭാഗം തന്നെയാണ് എന്ന് കാണാം. അപ്പോൾ ഈ രണ്ട് ശത്രുക്കളും ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ ഇപ്പോൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേലും ഗാസയും തമ്മിൽ, ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ്. ഇസ്രായേലിന് അവിടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ശത്രുക്കളായ ഈ രണ്ട് രാജ്യങ്ങൾക്കുമെതിരെ ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രായേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കപ്പലുകളും റെഡ് സീയിൽ ഈ ഹൂതി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ആക്രമിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ആക്രമണങ്ങളെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ നമ്മൾ ഈ യമൻ എന്ന രാജ്യത്തിൻ്റെ അതുപോലെ തന്നെ ഈ ഹൂതി ഗ്രൂപ്പിൻ്റെ ഒരു ജോഗ്രഫിക്കൽ അഡ്വാൻറ്റേജിനെ കുറിച്ച് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക വ്യാപാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേഡ് റൂട്ടാണ്, യൂറോപ്പിനെയും ഏഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ട്രേഡ് റൂട്ടാണ് ഈ റെഡ് സീ അഥവാ ചെങ്കടൽ എന്ന് പറയുന്നത്.
അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഏഷ്യയും യൂറോപ്പും തമ്മിലൊക്കെയാണ് പ്രധാനമായിട്ടും ട്രേഡ് നടക്കുന്നത്. ഈ ട്രേഡ് ഒരുപാട് ദൂരം സഞ്ചരിച്ച് വേണമായിരുന്നു നടത്താൻ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്ക് ഒരു ട്രേഡ് നടത്തണമെങ്കിൽ ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ടുള്ള കോണ്ടിനെന്റിനെ ചുറ്റിക്കറങ്ങിക്കൊണ്ട്, ഗുഡ് ഹോപ്പ് മുനബിനെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് വളരെ ദീർഘദൂരം യാത്ര നടത്തിയൊക്കെ മാത്രമായിരുന്നു ട്രേഡ് നടത്താൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇതിന് വലിയൊരു പരിഹാരമായിട്ടാണ് ഈജിപ്തിൽ സൂയസ് കനാൽ തുറക്കുന്നത്. അപ്പോൾ ഈ സൂയസ് കനാലിൻ്റെ പ്രത്യേകത എന്താണ്? സൂയസ് കനാൽ തുറന്നതോടുകൂടി മെഡിറ്ററേനിയൻ കടലിനെയും അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തെയും ഈ റെഡ് സീയിലൂടെ കണക്ട് ചെയ്യാൻ സാധിക്കുകയാണ്. അപ്പോൾ ഈ കപ്പൽ ഗതാഗതത്തിൻ്റെ ഒക്കെ ദൂരം വളരെ വലിയ അളവിൽ കുറയ്ക്കാനും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചെലവുകളൊക്കെ വലിയ അളവിൽ കുറയ്ക്കാനും ഈ സൂയസ് കനാലും അതുപോലെ തന്നെ ഈ റെഡ് സീയിലൂടെയുള്ള ട്രേഡ് റൂട്ടിലൂടെയും സാധ്യമാകുന്നു. അങ്ങനെയാണ് ഈ റെഡ് സീ ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് റൂട്ടായി മാറുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റെഡ് സീയിലെ ഈ ട്രേഡ് റൂട്ടിലെ വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ബാബൽ മണ്ഡപം എന്ന് പറയുന്നത്. വെറും 26 മുതൽ 28 കിലോമീറ്റർ വരെ മാത്രം വീതിയുള്ള വളരെ ഇടുങ്ങിയൊരു പ്രദേശമാണ് ഈ ബാബൽ മണ്ഡപം. ഈ ബാബൽ മണ്ഡപം കണക്ട് ചെയ്യുന്നത് റെഡ് സീയെയും അതുപോലെ തന്നെ ഗൾഫ് ഓഫ് ഏഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ 2 കടലുകളെയാണ്. അങ്ങനെ ഒരു കടലിടുക്കാണ് ഈ ബാബൽ മണ്ഡപം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ മാപ്പിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കാര്യവും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഈ ബാബൽ മണ്ഡപത്തിന്റെ പ്രധാനപ്പെട്ട ഏരിയകളുടെ എല്ലാം കൺട്രോൾ വന്നിരിക്കുന്നത് യമന്റെ കീഴിലാണ്, അല്ലെങ്കിൽ യമന്റെ ജോഗ്രഫിക്കൽ ഏരിയയുടെ കീഴിലാണ് ഈ ബാബൽ മണ്ഡപം വരുന്നത്. യമന്റെ ആ പ്രദേശങ്ങളെല്ലാം ഈ ഹൂതികളാണ് കൈയടക്കി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതായത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് റൂട്ടിന്റെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പോർഷന്റെ കൺട്രോൾ ഈ ഹൂതികളുടെ കയ്യിലായതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ ഈ ഹൂതികൾക്ക് സാധിക്കും എന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കപ്പലുകളെ ഇവർ ആക്രമിക്കുന്നത്. അപ്പോൾ ഈ ആക്രമണങ്ങൾ എങ്ങനെയാണ് ഇസ്രായേലിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്? ഈ ആക്രമണങ്ങളിലൂടെ ഇവർക്ക് എങ്ങനെയാണ് ഇസ്രായേലിന് ഒരു തിരിച്ചടി കൊടുക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ നമ്മൾ കപ്പൽ ഗതാഗതം നോക്കുകയാണെങ്കിൽ ഈ കപ്പലുകൾ എന്ന് പറയുന്നത് കപ്പലുകളുടെ ഓണർ എന്ന് പറയുന്ന ഒരാളായിരിക്കും. അയാൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ പൗരനായിരിക്കും. എന്നാൽ ഈ കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വേറെ ഏതെങ്കിലും രാജ്യത്തായിരിക്കും. കാരണം പല രാജ്യങ്ങളിലും ടാക്സ് ഇളവുകൾ ഉള്ളതുകൊണ്ട് ടാക്സ് ഇളവുകളുള്ള രാജ്യങ്ങളിലാണ് ഈ കപ്പലുകൾ പൊതുവെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇനി ഈ കപ്പൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതൊന്നുമല്ലാത്ത മൂന്നാമതൊരു രാജ്യമായിരിക്കും. ഇങ്ങനെ പല രാജ്യങ്ങളുമായിട്ട് ഈ കപ്പൽ ഗതാഗതവും അതുപോലെ തന്നെ കപ്പലിൻ്റെ ഓണർഷിപ്പും ഓപ്പറേഷനും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഹൂതികൾ മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കപ്പലുകളും അവർ ആക്രമിക്കുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഇസ്രായേലുകാർ ഓൺ ചെയ്യുന്ന കപ്പലായിരിക്കാം, ഇസ്രായേൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കപ്പലായിരിക്കാം, അല്ലെങ്കിൽ ഇസ്രായേലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കപ്പലായിരിക്കാം. ഈ രീതിയിൽ ഇസ്രായേലുമായിട്ട് ഏതെങ്കിലും കപ്പലുകൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കപ്പലുകൾ ഈ റെഡ് സീയിലൂടെയും ബാബൽ മണ്ഡപത്തിലൂടെയും കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ കപ്പലുകളെ ആക്രമിക്കും എന്നുള്ളൊരു തീരുമാനമാണ് ഹൂതികൾ മുന്നോട്ട് വെച്ചത്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, ഈ വിഭാഗത്തിൽ ഒന്നും പെടാത്ത ചില കപ്പലുകളെയും പിന്നീട് ഹൂതികൾ ആക്രമിക്കുന്നു, ഇന്ത്യയൊക്കെ ബന്ധപ്പെട്ടുള്ള കപ്പലുകളെയൊക്കെ ആക്രമിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൂതികൾ തന്നെ പിന്നീട് അവരുടെ സ്റ്റാൻഡിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവരികയാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇസ്രായേലിൽ നിന്ന് ചരക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്നതോ ആയിട്ടുള്ള ഇസ്രായേലുമായിട്ടുള്ള ചരക്ക് വ്യാപാരത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള കപ്പലുകളെയും ഇവർ ആക്രമിക്കും എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും അത്തരം കപ്പലുകളെ ആക്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ വിഭാഗത്തിന് പുറത്തുള്ള കപ്പലുകളെയും ഇവർ ആക്രമിക്കുന്നത് എന്ന് കാണാം. 100 കണക്കിന് കപ്പൽ ആക്രമണങ്ങളാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ റെഡ് സീയിൽ ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് ഈ ആക്രമണം നടത്തുക എന്ന് പറയുന്നതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ എയർലൈൻ ഇൻഡസ്ട്രിയുടെയും അതുപോലെ തന്നെ ഈ കൊമേഴ്ഷ്യൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിൽ ഓരോ വിമാനങ്ങളും ഓരോ കപ്പലുകളും എവിടെയാണ്, എങ്ങോട്ടാണ് പോകുന്നത്, അവരുടെ നിലവിലുള്ള സ്റ്റാറ്റസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ലൈവായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണുകളിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ ഇത്തരത്തിലുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾ ഏത് രാജ്യത്ത് നിന്ന് ഏത് രാജ്യത്തേക്കാണ് പോകുന്നത്, ഈ കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ഇതിൻ്റെ ഓണർ ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയും ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള കപ്പലുകൾ വളരെ എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയും ഇവർക്ക് അവരെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി ഇവർ നടത്തുന്ന അറ്റാക്കുകൾ എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള അറ്റാക്കുകളെല്ലാം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള അറ്റാക്കുകൾ നടത്തുന്നു. ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കപ്പലുകളിൽ ചെന്ന് ഇറങ്ങുകയും കപ്പലിലുള്ള ആളുകളെ ബന്ദികളാക്കി കപ്പലിനെ തന്നെ ബന്ദി അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള അറ്റാക്കുകൾ നടത്തുന്നു. ഇതിനും അവർക്ക് യാതൊരു പ്രയാസമില്ല. ഞാൻ പറഞ്ഞു, ഒരു ക്വാസി സ്റ്റേറ്റ് ആണ് ഇവർ. വെറും ഒരു ആംഡ് ഗ്രൂപ്പ് മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ മിലിറ്ററിയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട വിഭാഗം ഇവരുടെ കൺട്രോളിന്റെ കീഴിലായതുകൊണ്ട് വലിയ ഹൈ ലെവലിലുള്ള അറ്റാക്കുകൾ ഇവർക്ക് ഈ കപ്പലുകൾക്ക് നേരെ നടത്താൻ വേണ്ടി സാധിക്കുന്നു. ഇതാണ് നിലവിലവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുമ്പോൾ അത് ഇസ്രായേൽ എന്ന രാജ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇത് കേൾക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. ഇസ്രായേൽ എന്ന രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യാപാരത്തെ, അവരുടെ ട്രേഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തെ ഇത് ബാധിക്കുകയാണ്.
ഇസ്രായേൽ എന്ന രാജ്യത്തിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും കയറ്റുമതി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങൾക്കെല്ലാം പേടിയാണ്. കാരണം നമ്മളൊരു സാധനം ഇസ്രായേലിലേക്ക് കയറ്റി അയച്ചാൽ അത് അവിടെ ചെല്ലുമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. വഴിയിൽ വെച്ച് കപ്പൽ ആക്രമിക്കപ്പെട്ടേക്കാം. ഇനി ഇസ്രായേലിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും സാധനം ഇറക്കുമതി ചെയ്യുകയാണെങ്കിലോ ഇങ്ങോട്ട് വരുന്ന കപ്പലും ആ കപ്പലിൽ വരുന്ന സാധനങ്ങളും നമ്മുടെ രാജ്യത്തെത്തുമെന്ന് ഒരു ഉറപ്പുമില്ല. അതും വേണമെങ്കിൽ ആക്രമിക്കപ്പെട്ടേക്കാം. ഈ ഒരു ഭയം ഈ ട്രേഡ് നടത്തുന്ന രാജ്യങ്ങൾക്കുള്ളതുകൊണ്ട് തന്നെ ഇസ്രായേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ട്രേഡും കട്ട് ഓഫ് ചെയ്യപ്പെടുകയാണ്. ഈ വാദങ്ങളെല്ലാം ശരിയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൊമേഴ്ഷ്യൽ പോർട്ടാണ് എയ്ലാത്ത് പോർട്ട് എന്ന് പറയുന്നത്. ആ പോർട്ടിന്റെ ഓപ്പറേഷൻസ് 85% ഇടിഞ്ഞിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് ഇത്രയും വലിയൊരു ട്രേഡ് ഡിസ്റപ്ഷൻ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ട്രേഡിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, ഇസ്രായേലിന്റെ ആ ഒരു കപ്പൽ വ്യവസായത്തെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഷിപ്പിംഗ് ഇൻഡസ്ട്രിയെ തന്നെ ഈ ഒരു ആക്രമണങ്ങൾ ബാധിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇസ്രായേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലെ ഇൻഷുറൻസ് റേറ്റുകളും വളരെ വലിയ രീതിയിൽ കുതിച്ചുയരുകയാണ്. ഇപ്പോൾ ഈ കപ്പലിലൂടെയുള്ള ചരക്ക് ഗതാഗതം അല്ലെങ്കിൽ കപ്പലിലൂടെയുള്ള ഏത് തരത്തിലുള്ള ഓപ്പറേഷൻസ് നടക്കുമ്പോൾ അവിടെ ഈ കപ്പലുകളോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗുഡ്സോ കാര്യങ്ങളോ എല്ലാം ഇൻഷുർ ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു ഷിപ്പിംഗ് ഓപ്പറേഷൻ ഇവിടെ നടക്കുന്നത് എങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ഇൻഷുറൻസ് പ്രീമിയം വരുന്നു എന്ന് മാത്രമല്ല, പല കമ്പനികളും ഇത്തരത്തിലുള്ള കപ്പലുകൾക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ തന്നെ മടിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരികയാണ്. അപ്പോൾ ഈ രീതിയിലെല്ലാം അവരുടെ ട്രേഡ് അതുപോലെ തന്നെ അവരുടെ ഷിപ്പിംഗ് ഇൻഡസ്ട്രി എല്ലാം തകരുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ബാധ്യതയാണ് ഇസ്രായേലിന് മുകളിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 1-2 മാസത്തിനുള്ളിൽ ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിന്റെ എക്കോണമിയിൽ ഏകദേശം $50 ബില്യൺ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിന്റെ ടോട്ടൽ GDP എന്ന് പറയുന്നത് ഏകദേശം $700 ബില്യൺ അടുത്താണ് വരുന്നത്. അതായത് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഓൾറെഡി 5 മുതൽ 7% വരെ ഇടിവ് അല്ലെങ്കിൽ നഷ്ടം അവരുടെ GDP-യിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പുറത്തേക്കാണ് ഇപ്പോഴുള്ള ഈ ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റോടെ വരുന്നത്. ഇത് ഇസ്രായേലിനെ സാരമായി ഇമ്പാക്ട് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ സാമ്പത്തികമായി ഇസ്രായേലിന് മേലെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുക മാത്രമല്ല, ഇസ്രായേലിനകത്തു നിന്ന് പുറത്തേക്കും ഇസ്രായേലിനുള്ളിലേക്കും വരുന്ന ചരക്ക് ഗതാഗതത്തെ എല്ലാം തടസ്സപ്പെടുത്തി അവർക്ക് മുകളിൽ ഒരു ബ്ലോക്കേഡ് കൊണ്ടുവരിക എന്നുള്ളൊരു ഇമ്പാക്ട് അവിടെ കൊണ്ടുവരാനാണ് ഈ ഇസ്രായേൽ കപ്പലുകളെ ആക്രമിക്കുന്നതിലൂടെ ഹൂതി ഗ്രൂപ്പ് നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഇവിടെ രണ്ടാമത്തെ ചോദ്യം ഉയർന്നു വരികയാണ്. ഹൂതി ഗ്രൂപ്പിന്റെ ഒന്നാമത്തെ ശത്രുവാണ് ഇസ്രായേൽ. ഈ ഒരു പ്രശ്നത്തിൽ അവരുടെ രണ്ടാമത്തെ ശത്രുവായിട്ടുള്ള അമേരിക്ക അവിടെ നിൽപ്പുണ്ട്. അമേരിക്കയെ ഈ കപ്പൽ ആക്രമണങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത്? പല ആളുകളും ഇസ്രായേലിനെ വിളിക്കുന്നത് അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് എന്നാണ്. അമേരിക്കയിൽ 50 സ്റ്റേറ്റുകളേ ഉള്ളൂ. അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റിനെ പോലെ അമേരിക്ക കൺസിഡർ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിന് എന്ത് പ്രശ്നമുണ്ടായാലും സഹായിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് മുന്നോട്ട് വന്നേ പറ്റുകയുള്ളൂ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക അവിടെ ഒരു ആശയക്കുഴപ്പത്തിലാണ് അല്ലെങ്കിൽ ഒരു ഡൈലമയിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ കപ്പലുകൾക്കെതിരെ റെഡ് സീയിൽ ഇത്തരത്തിലുള്ള ഒരു അറ്റാക്കുകൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക എടുത്ത ഒന്നാമത്തെ തീരുമാനം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ കപ്പലുകൾക്ക് അല്ലെങ്കിൽ റെഡ് സീയിൽ ഈ ആക്രമണങ്ങൾ നടക്കുന്ന ഏരിയയ്ക്കെല്ലാം അമേരിക്കൻ നേവി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻസ് എന്നുള്ള പേരിലാണ് അവർ ഈ ഓപ്പറേഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ അമേരിക്ക എന്ന ഒരു രാജ്യത്തിന് ആ ഒരു ഏരിയയ്ക്ക് മൊത്തം സംരക്ഷണം കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക വോളണ്ടറി ആയിട്ട് മറ്റ് രാജ്യങ്ങളുടെയും കൂടെ സഹായം ചെയ്യുകയാണ്. അങ്ങനെ പല രാജ്യങ്ങളുടെ 10ഓളം രാജ്യങ്ങളുടെ ഒരു കമാൻഡാണ് അവിടെ ഈ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാം. പക്ഷേ അമേരിക്കയുടെ സൂപ്പർ പവറിന് വലിയ രീതിയിലുള്ള ഇടിവ് വന്നിട്ടുണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം പണ്ട് കാലത്തെല്ലാം അമേരിക്ക ഒരു രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങി കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ കൂടെ വരുമായിരുന്നു. എന്നാൽ ഇവിടെ അമേരിക്കയോടൊപ്പം വന്നിരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ളൊരു കുറവുണ്ട് എന്ന് മാത്രമല്ല, ഫ്രാൻസ്, സ്പെയിന് പോലെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ കമാൻഡിൻ്റെ കീഴിൽ അവരുടെ കപ്പലുകളെ അയക്കാൻ മടി കാണിക്കുകയാണ്. ഇപ്പോൾ ഇത് നാറ്റോയുടെ ഒക്കെ പേരിലാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നതെങ്കിൽ അമേരിക്കൻ കമാൻഡിന് കീഴിൽ കപ്പൽ അയക്കാൻ റെഡിയാണെന്ന് അവർ പറയുന്നത്. പക്ഷേ ഇത് അമേരിക്ക ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ അവർ സ്വതന്ത്രമായിട്ട്, അതായത് ഫ്രാൻസ്, സ്പെയിൻ പോലെയുള്ള രാജ്യങ്ങൾ അവരുടെ ബാറ്റിൽ ഷിപ്പുകളെ അങ്ങോട്ട് അയക്കും. എന്നാൽ അത് അവരുടെ കമാൻഡിൻ്റെ കീഴിലായിരിക്കും, അമേരിക്കയുടെ കമാൻഡിൻ്റെ കീഴിലായിരിക്കുകയില്ല എന്നുള്ളൊരു നിലപാട് അവരെടുക്കുന്നു. മാത്രമല്ല, പല രാജ്യങ്ങളും അവരുടെ വാർഷിപ്പുകൾ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അയക്കുന്നില്ല. വെറും മിലിറ്ററി പേഴ്സണലുകളെ മാത്രമാണ്, പട്ടാളക്കാരെ മാത്രം അമേരിക്കൻ കപ്പലുകളിൽ അയക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്ക ഇവിടെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം അമേരിക്ക പറയുന്നത് പോലെ അല്ല അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അവരുടെ സ്വന്തം സ്റ്റാൻഡേർഡ് പ്രകാരമാണ് അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഇത് അമേരിക്കയ്ക്ക് ഒരു ആശയക്കുഴപ്പം അവിടെ സൃഷ്ടിക്കുകയാണ്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇനി ഇത് മാത്രമല്ല, അമേരിക്കയുടെ നേവൽ പവർ എന്ന് പറയുന്നത് വളരെ വലിയൊരു നേവൽ പവറാണ്. ലോകത്തിൻ്റെ എല്ലാ സമുദ്രങ്ങളിലും അവർക്ക് വ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു നേവൽ ഫോഴ്സ് ഉണ്ടെന്ന് നമുക്ക് കാണാം. അപ്പോൾ അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളുടെ സപ്പോർട്ട് കൃത്യമായി കിട്ടിയില്ല എങ്കിൽ ഈ ഹൂതി ആക്രമണത്തെ ചെറുക്കണമെങ്കിൽ ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ള അവരുടെ നേവൽ ഫോഴ്സിനെ കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഇവരുടെ നേവൽ ഫോഴ്സ് ഏറ്റവും പ്രധാനമായിട്ടും വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് പസഫിക് ഓഷ്യനിലാണ് എന്ന് കാണാം. പക്ഷേ ഒരു കാരണവശാലും പസഫിക് ഓഷ്യനിലോ ഇൻഡോ പസഫിക് റീജിയനിലുള്ള അമേരിക്കയുടെ നേവൽ ഫോഴ്സിനെ ഈ ഒരു പ്രദേശത്തേക്ക്, ഈ റെഡ് സീ പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം
അമേരിക്കയുടെ നേവൽ ഫോഴ്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിലെല്ലാമുള്ള ചൈനയുടെ നേവൽ ഫോഴ്സ് ആക്റ്റീവ് ആവുകയും അവർ അവരുടേതായിട്ടുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ എന്ത് വില കൊടുത്തും ചൈനയെ കൗണ്ടർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അമേരിക്കൻ നേവൽ ഫോഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തെ എല്ലാം ഈ പസഫിക് ഓഷ്യന്റെ പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറവ് വരുത്താൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് സാധിക്കില്ല. ഇനി അതുപോലെ തന്നെ അമേരിക്കയുടെ സർവൈലൻസ് സിസ്റ്റങ്ങൾ അവർക്ക് ഇവിടെ ഉപയോഗിക്കാം. ഈ കപ്പലുകളുടെ ആക്രമണത്തെയും അതുപോലെ തന്നെ മിസൈലിന്റെ ലോഞ്ചിങ്ങിനെയും അങ്ങനെയുള്ള കാര്യങ്ങളെയും ഒക്കെ ചെറുക്കുന്നതിന് വേണ്ടി സർവൈലൻസ് സിസ്റ്റം അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ അമേരിക്കയുടെ പ്രധാനപ്പെട്ട സർവൈലൻസ് സിസ്റ്റം എല്ലാം ഇപ്പോൾ അവൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ റഷ്യ പോലെ വളരെ ശക്തമായിട്ടുള്ള ഒരു രാജ്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സർവൈലൻസ് സിസ്റ്റംസ് അവർക്ക് ഉപയോഗിച്ചേ പറ്റുകയുള്ളൂ. അവിടെ നിന്നും അതിനെ ഇങ്ങോട്ടേക്ക് നിലവിൽ കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. സോ അമേരിക്കയെ നിലവിലുള്ള രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അളവ് കുറയുകയാണ്. അമേരിക്കയുടെ കയ്യിൽ നിലവിലുള്ള റിസോഴ്സുകൾ മുഴുവൻ ഇങ്ങോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയാത്തൊരു സിറ്റുവേഷനുമാണ്. അപ്പോൾ ഈ രീതിയിൽ പക്ഷേ അവർക്ക് എന്ത് വില കൊടുത്തും അവർക്ക് ഇസ്രായേലിനെ സംരക്ഷിച്ചാൽ മതി. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഡൈലമ അമേരിക്കയ്ക്ക് ഇവിടെ സൃഷ്ടിക്കാനും ഈ ഹൂതി ആക്രമണം കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടിയാണ് ഇവർ അമേരിക്കയ്ക്ക് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഒരു കാര്യവും കൂടി ഉണ്ട്. ഇസ്രായേലിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഈ യുദ്ധത്തിന്റെയും അതുപോലെ തന്നെ ഈ കപ്പലുകൾക്കെതിരെയുള്ള ആക്രമണത്തിന്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുമ്പോൾ ആ നഷ്ടത്തെ പരിഹരിക്കുക എന്നുള്ള ചുമതലയും അമേരിക്ക തന്നെയാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായം അവർക്ക് ഇസ്രായേലിന് ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് അമേരിക്കയുടെ സാമ്പത്തിക മേഖലയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് ഹൂതി ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ അവർക്ക് ഇവിടെ നിന്നുണ്ടാകുന്ന ലാഭം എന്താണ്? അപ്പോൾ വാർത്തകളിലൊക്കെ നമ്മൾ കാണുന്നത് ഐഡിയോളജിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഗാസയെ സപ്പോർട്ട് ചെയ്യുക, ഇസ്രായേലിനെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഇവർക്കുള്ളത് എന്ന് പറയുമെങ്കിലും മറ്റ് ചില കാര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ യമൻ എന്ന രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളുടെയും അവരുടെ മിലിറ്ററിയുടെ ഒരു പ്രധാന വിഭാഗത്തിൻ്റെയും അവിടുത്തെ ടാക്സേഷൻ്റെയും കറൻസിയുടെയും എല്ലാം കൺട്രോൾ ഈ ഹൂതി ഗ്രൂപ്പിൻ്റെ കയ്യിലുണ്ടെങ്കിലും യമൻ എന്ന രാജ്യത്തിൻ്റെ അധികാരികൾ ആരാണെന്ന് ചോദിച്ചാൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള അതോറിറ്റി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൂതി ഗ്രൂപ്പാണെന്ന് അംഗീകരിക്കാൻ ആരും തയ്യാറായിട്ടില്ല. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് അവിടുത്തെ റീജിയണൽ പവേഴ്സിനെ എല്ലാം ഒന്ന് വിറപ്പിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ ഒരു ലെജിറ്റിമസി ഇവരുടെ കയ്യിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ലക്ഷ്യം ഇവരുടെ ഇടയിലുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയൊരു ലക്ഷ്യം ഇവരുടെ ഉള്ളിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അറബ് മേഖലയിലെ ഭൂരിഭാഗം ആളുകളും ഈ ഇസ്രായേൽ ഗാസ പ്രശ്നത്തിൽ ഗാസയെ സപ്പോർട്ട് ചെയ്യുകയും ഇസ്രായേലിനെതിരെ തിരിച്ചടി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ സൗദി അറേബ്യ, UAE പോലെയുള്ള പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളിലെ ഭൂരിഭാഗം വരുന്ന അറബ് ജനതയും ഗാസയെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുകയും ഇസ്രായേലിനെ ഒപ്പോസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ രാജ്യങ്ങളെല്ലാം വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നിലപാടാണ് എടുക്കുന്നത്. ഇപ്പോൾ സൗദി അറേബ്യ, UAE പോലെയുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് അവർ ഇസ്രായേലിനെതിരായിരുന്നുവെങ്കിലും ഈ ഒരു യുദ്ധം നടക്കുമ്പോൾ അവരെല്ലാം ന്യൂട്രൽ നിലപാട് സ്വീകരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇസ്രായേൽ ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു. ഇസ്രായേൽ ഗാസ യുദ്ധം ഇസ്രായേലിൻ്റെയും ഗാസയുടെയും ഉള്ളിൽ മാത്രം നിൽക്കുകയാണ് എങ്കിൽ ലോകത്തിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. എന്നാൽ അതിനൊരു ജോഗ്രഫിക്കൽ സ്പ്രെഡ് ഉണ്ടായി കഴിഞ്ഞാൽ അറബ് മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലേക്കെല്ലാം ഈ യുദ്ധം ബാധിച്ചു കഴിഞ്ഞാൽ ആ രാജ്യങ്ങൾക്കെല്ലാം അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഫൈനാൻഷ്യലായിട്ടൊക്കെ വലിയൊരു ലോസ് ഈ രാജ്യങ്ങൾക്കെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല മറ്റ് പല പൊളിറ്റിക്കലായിട്ടുള്ള സാഹചര്യങ്ങളും അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് അറബ് രാജ്യങ്ങളെല്ലാം വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ രാജ്യത്തിലെ അധികാരികൾക്കും ഗവൺമെന്റിനുമെതിരെ അറബ് ജനതയുടെ ഉള്ളിൽ ഒരു അമർഷം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വളരെ വ്യക്തമായിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഗാസയെ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ഇസ്രായേലിനെതിരെ തിരിച്ചടി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ ഹൂതി ഗ്രൂപ്പ് മാറുമ്പോൾ ഈ അറബ് മേഖലയിൽ അവർക്ക് വലിയൊരു ലെജിറ്റിമസി കിട്ടുകയാണ്. ജനങ്ങളുടെ എല്ലാം സപ്പോർട്ട് അവർക്ക് കിട്ടുന്നു. യമനിലെയും ഭൂരിഭാഗം വരുന്ന ജനങ്ങളുടെ സപ്പോർട്ട് അവർക്ക് കിട്ടുമ്പോൾ ഒരു ലെജിറ്റിമേറ്റ് പവറായിട്ട് ഉയർന്നു വരാൻ ഈ ഹൂതി ഗ്രൂപ്പിന് സാധിക്കുന്നുള്ളൂ. അവരുടെ പൊളിറ്റിക്കൽ ആസ്പിറേഷനും ഈ കപ്പലുകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കുക. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിലവിൽ ഈ ഹൂതികളുടെ ഭാഗത്തു നിന്നും ഇസ്രായേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കപ്പലുകൾക്ക് നേരെ റെഡ് സീയിൽ നടക്കുന്ന ആക്രമണങ്ങളുടെ കാരണം എന്താണ്, ഏത് രീതിയിലാണ് അവർ ഈ ആക്രമണങ്ങൾ നടത്തുന്നത്, ഈ ആക്രമണങ്ങളുടെ ഭാഗമായി അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ എന്തൊക്കെ ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത്, ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഹൂതികൾക്കുള്ള മറ്റ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.